ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ LLB ഒക്കെ കഴിഞ്ഞ് ഒരു LLM ഒക്കെ ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സുവർണ അവസരം വന്നിട്ടുണ്ട്. കേരളത്തിലെ വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റി ആയ ക്യുസാറ്റിലെ LLM എൻട്രൻസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്യുസാറ്റിലുള്ള LLM സീറ്റുകളിലേക്ക് നടത്തുന്ന എൻട്രൻസിൻ്റെ പേരാണ് ക്യുസാറ്റ് CAT എന്നാണ് പറയുന്നത്. ഓക്കെ, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. അപ്പോൾ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. എന്താണ് ക്വാളിഫിക്കേഷൻസ്, അവിടെ ഏതൊക്കെയാണ് LLM പ്രോഗ്രാംസ്, ഏതൊക്കെ സബ്ജക്ട്സ് ഏതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടന്റ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇനിയും ഈ LLM എൻട്രൻസും അതുപോലെ LLB എൻട്രൻസുകളുടെ ഒരു സീസൺ തുടങ്ങി. അപ്പോൾ നമ്മൾ LLM എൻട്രൻസിന് LLB എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ക്ലാസ്സസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പറേറ്ററി ക്വസ്റ്റ്യൻസ്, അതായത് ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹാൻഡ് പിക്ഡ് ആയ ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മളൊരു ലീഗൽ T20 സീരീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ക്യുസാറ്റിലേക്കുള്ള എൻട്രൻസിന് വേണ്ട ചോദ്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ഫോർ ദ കണ്ടന്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ക്യുസാറ്റിലെ നോട്ടിഫിക്കേഷൻ CAT 2025 നോട്ടിഫിക്കേഷൻ ഒക്കെ നോക്കാം. അവിടെ ഏതൊക്കെ LLM ഏതൊക്കെ പ്രോഗ്രാംസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, സബ്ജക്ട്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, സീറ്റ് വിവരങ്ങൾ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം അവിടെ ഉള്ളത് LLM 2 ഇയർ LLM ആണ് അവിടെ ഉള്ളത്. ഓക്കെ, 2 ഇയർ LLM ആണുള്ളത്. അത് 30 സീറ്റുകളാണുള്ളത്. ഓക്കെ, 2 ഇയർ LLM 30 സീറ്റുകളാണുള്ളത്. പിന്നെ അത് കാറ്റഗറി ഡിവൈഡ് ചെയ്തിട്ട് സീറ്റുകളുടെ എണ്ണം എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യലൈസേഷൻസ് ഈ കൊല്ലത്തേക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആൻഡ് ആർബിട്രേഷൻ, പിന്നെ അതുപോലെ തന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ്. ഓക്കെ, ഓരോ വർഷം മാറും തോറും സബ്ജക്ട്സ് ചേഞ്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വേറെ സബ്ജക്റ്റുകളായിരുന്നു. ഈ കോണ 2 ഇയർ LLM ഈ 4 മെയിൻ സബ്ജക്റ്റുകളാണത്: കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എഡ്യൂക്കേഷൻ, ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആൻഡ് ആർബിട്രേഷൻ, പിന്നെ 4ാമത്തെ സബ്ജക്റ്റ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ്. ഓക്കെ, 30 സീറ്റുകളാണ് ഉള്ളത്. ഇനി നമുക്ക് അവിടുത്തെ ഈ 2 ഇയർ LLMിലേക്ക് എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് LLB 50% പാസ്സായിരിക്കണം. ഓക്കെ, LLB 50% പാസ്സായിരിക്കണം. അതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, മിനിമം 50% വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ എൻട്രൻസിൻ്റെ പാറ്റേൺ നമുക്ക് നോക്കാം. ഈ 2 ഇയർ LLMക്ക് നടത്തുന്ന എൻട്രൻസ് എങ്ങനെയാണ്, അതിൽ ഏതൊക്കെ സബ്ജക്ട്സിൽ നിന്ന് എത്ര ചോദ്യങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. മൊത്തം 150 ചോദ്യങ്ങളാണ് എൻട്രൻസിലുള്ളത്. ഓക്കെ, മൊത്തം 150 ചോദ്യങ്ങളാണ് എൻട്രൻസ് ഉള്ളത്. ഒരു ക്വസ്റ്റിന് 3 മാർക്കും അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് -1 ഉണ്ട്. ഓക്കെ, ഇവരുടെ ടെസ്റ്റ് പാറ്റേൺ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: പാർട്ട് 1ഉം പാർട്ട് 2ഉം. ഓക്കെ, പാർട്ട് 1ൽ മെയിനായിട്ട് വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, GK. ഓക്കെ, ഇംഗ്ലീഷ്, GK, അതുപോലെ തന്നെ അനലിറ്റിക്കൽ റീസണിങ് ആൻഡ് റിസർച്ച് കാപ്പബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മൊത്തം 100 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, 100 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വരുന്നത്. പിന്നെ പാർട്ട് 2 എന്ന് പറയുന്നത് കമ്പൾസറി പേപ്പേഴ്സ് ഇൻ ലോ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ബാർ കൗൺസിൽ ഓഫ്, അതായത് നമ്മുടെ ലോ പേപ്പേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ്. ഓക്കെ, അതിൽ മൊത്തം 50 ചോദ്യങ്ങൾ വരും. അങ്ങനെ മൊത്തം 150 ചോദ്യങ്ങളാണ് ഇവരെ എൻട്രൻസ് 2 ഇയർ LLMനുള്ള എൻട്രൻസിന് ഉള്ളത്. ഈ എൻട്രൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. എന്നിട്ട് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യും, ഇവര് ഇന്റർവ്യൂവിനും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും വിളിക്കും. ഓക്കെ, ഇന്റർവ്യൂവിനും ഗ്രൂപ്പ് ഡിസ്കഷനും ഇവർ വിളിക്കും. ഓക്കെ, ഈ ഇന്റർവ്യൂവിനും ഗ്രൂപ്പ് ഡിസ്കഷനും വിളിച്ച് അതിനുശേഷം ഇവർ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. എന്നിട്ട് അത് വെച്ച് അഡ്മിഷൻസ് നടക്കും. അപ്പോൾ ഇതിൽ വെയിറ്റേജ് എങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. പാർട്ട് 1, ഈ പാർട്ട് 1ൽ നിന്ന് 20% വെയിറ്റേജ് ഉള്ളത്. പാർട്ട് 2ന്ന് 50% വെയിറ്റേജ് ഉള്ളത്. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷന് 15%, പിന്നെ ഇന്റർവ്യൂവിന് 15%. അങ്ങനെ ടോട്ടൽ ഇങ്ങനെയാണ് അവർ പാറ്റേൺ എന്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 50ഉം 20ഉം പിന്നെ 30ഉം. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് വെയിറ്റേജ് ഉള്ളത് പാർട്ട് 2ആണ്, അതായത് ലോ പേപ്പേഴ്സും അതുപോലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസും ഉള്ളത്. ഓക്കെ, ഇത് കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യും, ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂ നടത്തിയതിനു ശേഷം ഫൈനൽ ലിസ്റ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് അതിലേക്ക് എന്ത് ചെയ്യും, അതിൽ നിന്ന് അഡ്മിഷൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് 2 ഇയർ LLM. അപ്പോൾ 2 ഇയർ LLM മെയിനായിട്ട് 4 സബ്ജക്റ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് കയറാം. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ 2 ഇയർ LLM എന്ന് പറയുന്നത് അവരുടെ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള 2 ഇയർ LLM ആണ്. ഇനി ഈ ക്യുസാറ്റിൽ തന്നെ ഇവർക്കൊരു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് ആ ഡിപ്പാർട്ട്മെന്റ് പേരെന്ന് പറയുന്നത് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി സ്റ്റഡീസ്,
CIPRS ക്യാമ്പസ് 1. ഓക്കെ, ഇതൊരു സ്പെഷ്യലൈസ്ഡ് സെന്ററാണ്. ഈ സ്പെഷ്യലൈസ്ഡ് സെന്ററിലും LLM ഉണ്ട്. ഓക്കെ, അവർ മെയിനായി 2 ഇയർ LLM ആണ്. അത് IPR ബേസ് ചെയ്ത് IPR ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള 2 ഇയർ LLM ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ 15 സീറ്റുകളാണുള്ളത്. നേരത്തെ പറഞ്ഞ 2 ഇയർ LLM സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിലുള്ള 30 സീറ്റാണ് പറഞ്ഞത്. ഇവിടെ ഈ സ്പെഷ്യലൈസ് സെന്ററിൽ 15 സീറ്റുകളാണ് പ്രധാനമായിട്ട് ഉള്ളത്. ഓക്കെ, ഇനിയും ഇവിടെ ഈ സ്പെഷ്യലൈസ് സെന്ററിലുള്ള 2 ഇയർ LLM IPR LLM എഴുതണമെങ്കിൽ അതിന് LLB 50% പെർസെൻറ്റേജോടെ പാസ്സായിരിക്കണം. അതാണ് ക്വാളിഫിക്കേഷൻ. 50% ഇൻ LLB ഡിഗ്രി പാസ്സായിരിക്കണം. പിന്നെ SC/ST സ്റ്റുഡൻസിന് അതിൻ്റെ കൺസെഷൻസും കാര്യങ്ങളും ഉണ്ട്. അത് അപ്പോൾ ഇറക്കുന്ന ഓർഡേഴ്സ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ഇനി അവരുടെ ടെസ്റ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ അതേ ടെസ്റ്റ് പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്പെഷ്യലൈസ് സെന്ററിലേക്കുള്ള LLMനും സെയിം ടെസ്റ്റ് പാറ്റേൺ ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 150 ചോദ്യങ്ങൾ, ഈച്ച് ക്വസ്റ്റ്യൻ 3 മാർക്സ്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ട്. പാർട്ട് 1ൽ ഇംഗ്ലീഷ് ഉണ്ട്, GK ഉണ്ട്, അനലിറ്റിക്കൽ റീസണിങ് ഉണ്ട്, പിന്നെ റിസർച്ച് കേപ്പബിലിറ്റി ഉണ്ട്. അത് മൊത്തം 100 ചോദ്യങ്ങൾ. പിന്നെ പാർട്ട് 2ൽ ലോ പേപ്പേഴ്സും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസും, അത് മൊത്തം 50 മാർക്ക്. അങ്ങനെ 150 ചോദ്യങ്ങളാണുള്ളത്. അതിനുശേഷം GD, അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, ഈ എക്സാമിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പിള്ളേരെ എന്ത് ചെയ്യും? ഗ്രൂപ്പ് ഡിസ്കഷനും അതുപോലെ തന്നെ ഇന്റർവ്യൂവിനും വിളിക്കും. ഓക്കെ, ഈ ഇതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇതിലും സെയിം വെയിറ്റേജ് തന്നെയാണ്. പാർട്ട് 1ന് 20% വെയിറ്റേജ്, പാർട്ട് 2ന് 50% വെയിറ്റേജ്, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷന് 15%, ഇന്റർവ്യൂവിന് 15% വെയിറ്റേജ്. അങ്ങനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനിയും അവിടെ ഇന്റഗ്രേറ്റഡ് 5 ഇയർ വിത്ത് LLM വിത്ത് PhD ആ പ്രോഗ്രാമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ 2 ഇയർ LLM, അത് 4 സബ്ജക്റ്റുകൾ. പിന്നെ സ്പെഷ്യലൈസ് സെന്ററിലുള്ള IUCIPRSലുള്ള 2 ഇയർ IPR LLM. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്റഗ്രേറ്റഡ് 5 ഇയർ LLM വിത്ത് PhD ഇല്ലേ? LLM വിത്ത് പ്ലസ് PhD, LLM വിത്ത് PhD ആണ്. ഓക്കെ, അപ്പോൾ അത് നോക്കാം നമുക്ക്. ഈ LLM IPR LLM വിത്ത് PhD അതിൽ 5 സീറ്റാണുള്ളത്. ഓക്കെ, LLM ഇൻ IPR വിത്ത് PhD 5 സീറ്റാണുള്ളത്. പിന്നെ LLM അടുത്തത് വേറെ പ്രോഗ്രാം എന്ന് പറയുന്നത് LLM ഇൻ IP ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വിത്ത് PhD, അതും 5 സീറ്റാണുള്ളത്. ഓക്കെ, അപ്പോൾ 2 പ്രോഗ്രാംസ് ആണ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഉള്ള 5 ഇയറിൽ. അതിൽ ആദ്യത്തെ LLM വിത്ത് IPR പ്ലസ് PhD ആണ് 5 സീറ്റും. പിന്നെ LLM വിത്ത് IP ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പ്ലസ് PhD, അത് 5 സീറ്റാണുള്ളത്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 50%, 50%ഓടെ എന്ത് ചെയ്യണം? LLB പാസ്സായിരിക്കണം. അതാണ് അവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. പിന്നെ ഇതിലെ രണ്ടിലും ഏകദേശം സിമിലർ 50%ഓടെ LLM IP PhDയും LLM ഇൻ IPR PhDയും 50%ഓടെ LLB പാസ്സായിരിക്കണം. ഇതിലെ ടെസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അതേ ടെസ്റ്റ് പാറ്റേൺ തന്നെയാണ്. പാർട്ട് 1 and 2 മൊത്തം 150 ചോദ്യങ്ങൾ, ഒരു ക്വസ്റ്റിന് 3 മാർക്ക്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. പാർട്ട് 1ൽ ഇംഗ്ലീഷ്, GK, അനലിറ്റിക്കൽ റീസൺ, സോ ആൻഡ് സോ, മൊത്തം 150 ചോദ്യങ്ങൾ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവിടെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ക്യുസാറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന LLMs എല്ലാം ഓക്കെ, അതിൽ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ 2 ഇയർ LLM 4 സബ്ജക്റ്റുകൾ, പിന്നെ സ്പെഷ്യലൈസ് സെന്ററിലുള്ള 2 ഇയർ IPR LLM, പിന്നെ അതുപോലെ തന്നെ ഈ 5 ഇയർ ഇന്റഗ്രേറ്റഡ് വിത്ത് PhD. ഇവിടെ എല്ലാം ഈ 3 പ്രോഗ്രാംസിന് എന്തുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസിനും വിത്ത് ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂ ഉണ്ടാകും. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇനി പ്രധാനപ്പെട്ട ഡേറ്റുകൾ നമുക്ക് നോക്കാം. ഇതിലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 10/3 ആണ്. ഓക്കെ, 10/3, അതായത് മാർച്ച് 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ എക്സാം ഡേറ്റുകൾ ഇപ്പോൾ അവർ ടെൻറ്റേറ്റീവ്ലി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മാർച്ച് 10, 11, 12 ആണ്. ഇതിലെ അവരെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. LLM ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് 10-ാം തീയതിയാണ്. ഓക്കെ, മെയ് 10-ാം തീയതി 12:30 തൊട്ട് 2:30 വരെയാണ് LLM എക്സാംസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്, സബ്ജക്ട് ടു ചേഞ്ചസ്. അത് നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഹോൾ ടിക്കറ്റിൽ കൃത്യമായിട്ടുള്ള വേരിയും കൃത്യമായിട്ടുള്ള സമയവും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിലെ ഈ LLM പ്രോഗ്രാംസിൽ നമ്മൾ പറ്റി ഞാൻ പറഞ്ഞത്. അവർക്കൊരു സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യലൈസ് സെന്റർ ഉണ്ട്. അതിന് പുറമെ ഇവർക്കൊരു ഇന്റഗ്രേറ്റഡ് 5 ഇയർ LLM വിത്ത് PhD ആണ്, അങ്ങനത്തെ ഒരു പ്രോഗ്രാംസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ. നമ്മൾ ഇനിയും കണ്ടൻസും ക്യുസാറ്റായിട്ട് എൻട്രൻസായി ബന്ധപ്പെട്ടുള്ള കണ്ടൻസും ക്ലാസ്സും, അതുപോലെ ഞാൻ പറഞ്ഞു നമ്മൾ ലീഗൽ T20 നമ്മൾ ക്യുസാറ്റിനായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കണ്ടൻസിലായി വെയിറ്റ് ചെയ്യുക. താങ്ക് യു.